ബിനീഷേ ചാടി കയറി പെർമിഷൻ ചോദിക്കാൻ വേണ്ടി പോയേക്കുവാണ് കേട്ടോ. എന്നിട്ട് ബിനീഷ് അവിടെ പെർമിഷൻ മേടിക്കുന്നതെന്ന് നമുക്ക് കേട്ട് നോക്കാം. കുഴപ്പമില്ല. എന്താ പറ്റി? ചേട്ടനെന്ന് പറഞ്ഞു അല്ല വാ. അതല്ല, മൈക്ക് വെച്ചിട്ടാണെന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ നിന്നെ കാണാത്തോണ്ട് ഞാനാണ് ചോദിച്ച ആ വേട്ടാവളിയൻ എന്ത് ചെയ്യുന്നു. അങ്കിൾ വരുവാ? நீங்க வருவா வீடியோல? வர மாட்டேன். நிறைய பேர் வந்து வீடியோ எடுத்துட்டே இருக்கு. மலையாளம். ഓക്കെ ഓക്കെ. കടി കരിമ്പിക്കുന്നു. ഇത് പൊട്ട. എടാ ചേട്ടൻ, നമ്മളിപ്പോ എവിടെ വന്നിരിക്കുന്നറിയോ? നമ്മളൊരു റോസാ തോട്ടം കാണാൻ വേണ്ടി വന്നിരിക്കുക. ഇതേ നോക്കി, ഒരുപാട് പൂക്കളൊക്കെ പിടിച്ചിങ്ങനെ നിപ്പുണ്ട്. ഇതേ പല കളറിലും ഉണ്ട് കേട്ടോ. ഇതിന്റെ ഇടയ്ക്ക് ഓരോ കോഴിക്കുഞ്ഞുങ്ങൾ നടപ്പുണ്ട്. ദേ ഇത് മഞ്ഞ കളറിലാണേ. ഇതൊരു മഞ്ഞ കളറിലേത് ഇവിടെ എല്ലാം നിപ്പുണ്ട്. ഇതെല്ലാം ചുമന്നയാണ്. ഇത് കയറ്റി വയ്ക്കാനായിരിക്കും അല്ലേ? എല്ലാത്തിനും ഉപയോഗിക്കും. നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, കല്യാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്, കയറ്റി മതി, എല്ലാ ഡെക്കറേഷൻ എല്ലാത്തിനും ഉപയോഗിക്കുന്നതാണ്. ഇവിടെ നോക്കിയാലും ചുവന്ന റോസാപ്പാടാണ് കേട്ടോ. അങ്ങോട്ടെല്ലാം പക്ഷെ നമ്മൾ ഇത്ര യാത്ര റോസാപ്പാട് ആദ്യം കാണുമല്ലേ? എങ്ങും കണ്ടിട്ടില്ല കേട്ടോ. എങ്ങും കണ്ടിട്ടില്ല. ഇത് ഇപ്പൊ തെങ്കാശിയിലോട്ട് പോകുന്ന വഴിക്കാ നമുക്ക് കുറേ വീഡിയോസ് കിട്ടിയത്. സൂര്യകാന്തി ആണെങ്കിലും ഡ്രോൺ ആണെങ്കിലും എന്താ പയറാണെങ്കിലും അല്ലേ. പിന്നെ ഇപ്പൊ ഇതാ റോസാ ചെടിയും. മുള്ളൊന്നും കുത്താതെ വരണം. റെഡ് ആണോ? ഇതൊരു വേറൊരു ഒരു എന്താ പറയുന്ന ഒരു മജന്ത കളർ. അത് നോക്ക്, കണ്ടോ? നോക്കി നടക്കണ ഇവിടെ മുള്ളുണ്ട്. ഇവരെങ്ങനെയത് കളക്ട് ചെയ്യുന്ന അറിയാൻ വയ്യ. അതെ, അവർക്കൊക്കെ അത് ശീലമായിരിക്കും. ഇപ്പം അങ്ങോട്ട് പോകണം, അങ്ങോട്ട് പോകണം. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. പോട്ട്. ഇതിനകത്ത് വെള്ളം സെറ്റ് ചെയ്തിട്ട് വെള്ളം പോകാനുള്ളത് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പക്ഷെ ഇതിനകത്തൂടെ നമുക്ക് കെയർഫുൾ ആയിട്ട് മാത്രമേ നടക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പണി കിട്ടും. നോക്കി, കുഞ്ഞു റോസ, നിറച്ച് റോസായി നിൽക്കുന്ന. ഹായ്, ദേ നോക്കി, ദേ നോക്കി, ഒരു കുഞ്ഞു മുള്ളുണ്ട്. മണമുണ്ട്. വാ, അങ്ങോട്ട് പോവാം. ഇത് നാളെ രാവിലെ പിച്ചുമായിരിക്കും. പറയാൻ പറ്റത്തില്ല. അയ്യോ, അങ്ങോട്ടെല്ലാം ഉണ്ടല്ലേ. കഠിനവും അതികഠിനവുമാണ് ഇതിലൂടെയുള്ള യാത്ര. നോക്കിക്കേ, ഇവിടെ എല്ലാം നിൽക്കുന്നു. ദേ നോക്കിയേ, ഈ റോസാപ്പൂ ഇത് മറ്റേ ടൈപ്പ് റോസ അല്ല അല്ലേ? ഈ നമ്മളിങ്ങനെ ഗിഫ്റ്റ് ഒക്കെ ചെയ്യത്തില്ലേ, ആ ടൈപ്പ് റോസ അല്ല. അത് ചിലപ്പം അതല്ല, ഡാർക്ക് റെഡ് അല്ലേ? അത് റെഡ്, വൈറ്റ്, യെല്ലോ എല്ലാം കിട്ടും. അത് വിരിഞ്ഞ് വരുന്നതിന് മുമ്പുള്ള ഒരു സംഭവം. ഇത് പൂർണ്ണമായിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന ടൈപ്പ് അല്ലേ? അത് വിരിഞ്ഞതും നമുക്ക് കിട്ടും. പക്ഷെ നീ ഉദ്ദേശിച്ച സംഭവം അല്ലത്. അല്ല. ദേ നോക്കി, ഇതിന് ഒരുപാട് ഇതളുകളുള്ളയാ. ഇത് ക്യൂട്ടാ, അതിന്റെ പൊന്നി, എന്ത് ക്യൂട്ട് ബേബി ഇതല്ലേ. നോക്കിക്കേ, ദേ ഇതിന്റെ ഇടയ്ക്ക് പിച്ചിട്ടുണ്ട്, കണ്ടോ? ദേ നോക്കിയേ, ഒരാള് മറഞ്ഞിങ്ങനെ നിൽക്കുക. വലുതാക്കി ഒന്ന് കാണിച്ചു കൊടുത്ത്. ഇങ്ങനെ ഫുള്ളായിട്ട് ഒരു റോസ പാടത്തിന്റെ നടുക്ക് നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കോഴികളുണ്ട്. അവരെല്ലാം ഓരോന്ന് കൊത്തിപ്പെറുക്കി തിന്നുകയാണ്. നിറയെ മൊട്ടും നിപ്പുണ്ട് കേട്ടോ. ബിനീഷ, അന്നേരം നമ്മള് ബിരുദ നഗറിൽ നിന്ന് തെങ്കാശിലോട്ട് പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചയല്ലേ? അതെ അതെ. അന്നേരം നിങ്ങൾക്ക് നമുക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ബിരുദ നഗരിൽ നിന്ന് തെങ്കാശിലോട്ട് പോകുന്ന വഴി, അല്ലെങ്കിൽ തെങ്കാശി ബിരുദ നഗറിലോട്ട് പോകുന്ന വഴിക്ക് അങ്ങനെ പലതും കാണാൻ കഴിയില്ലേ? അതെ അതെ, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ ഒരുപാട് പേര് കാണിച്ചിട്ടുള്ളതാണെങ്കിൽ നമ്മളത് നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് വല്ലാത്തൊരു ഇത് തന്നെ അല്ലേ? നോക്കി, ഇതൊക്കെ എന്തൊരു ക്യൂട്ടായിട്ടാ നിക്കുന്നത്. നോക്കി, കൂടുതലൊന്നും നമുക്കിത് പറയല്ല, പക്ഷെ നല്ല രസമുണ്ട്. ഇങ്ങനെ റോസാപ്പാടം കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷയല്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ യാഥാർത്ഥികമായിട്ട് ഞങ്ങൾ ആഹാരം കഴിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തപ്പോൾ നോക്കിയപ്പോൾ ഒരു ചുമന്ന നിൽക്കുന്നൊരു ഭാഗം ഇല്ലേ, അങ്ങനെ നോക്കി ഞങ്ങൾ കയറിയതാണ് കേട്ടോ. അങ്ങനെ രണ്ട് സ്ഥലമാണ് റോസാപ്പാടം. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന്റെ തൈ ഇവിടെ കിട്ടുമെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ചോദിക്കാം. നമുക്ക് പുറത്തൂടെ പോവാം. ബാ, അന്നേരം നല്ലോണം നടക്കാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങനെ നടന്നു പോകുന്ന കാര്യം ഭയങ്കര റിസ്ക് ആണ്. നമ്മൾ വരുന്ന വഴി പലയിടത്തും കണ്ടു കേട്ടോ. നിനക്ക് അങ്ങോട്ടെല്ലാം ഉണ്ടായിരുന്നു. ഓ, അവിടെ പുതിയ നട്ടേക്കുണ്ടോ? പുതിയ ചെടികളുണ്ട്. കണ്ടു നോക്കി നടക്കണേ. കാരണം നോക്കിക്കേ, എന്ത് രസാ ഇതിങ്ങനെ. ഇത് ഇവരുടെ കൃഷിയാണ് കേട്ടോ. ഒരിക്കലും ഒരു ഗാർഡന് വേണ്ടി ചെയ്തിരിക്കുന്ന
പർപ്പസ് അല്ല. കോഴികളാട്ടോ ഇതല്ലേ എനിക്കൊന്ന് കയറ്റി വിടാനൊക്കെ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അങ്ങോട്ടെല്ലാം പക്ഷെ ഇത് കണ്ടോ. അപ്പൊ ദാണ്ടെ നമ്മള് ഇത് ആ ഒരു കൃഷിയെ തൊട്ടിപ്പുറത്ത് തന്നെ ഇത് പുതിയതാണെന്ന് തോന്നുന്നു. പുതിയതായിട്ട് വെച്ചിരിക്കുന്ന റോസാ ചെടി നോക്കി എന്ത് ഭംഗിയാണല്ലേ. ആരും പിച്ചരുത് ഇവിടെ വരുന്നവര്. ഇലക്കൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇലയെല്ലാം നല്ല തളിര് ഇലകളാണ്. ഇവിടെ നട്ട് തുടങ്ങിയുള്ളൂ കേട്ടോ. കണ്ടോ ഇത്രയും ഗ്യാപ്പ് ഇട്ട് അവര് നടന്നു കണ്ടോ. അതുകൊണ്ടാണ് വളർന്നിട്ടാണ് ഇങ്ങനെ ഗ്യാപ്പ് ഇല്ലാതാവുന്നത്. അതെ ഇത്രയും ഗ്യാപ്പ് ഇട്ട് നടന്ന് എന്നിട്ട് കണ്ടോ നല്ല ഗ്യാപ്പ് ഉണ്ട്. എന്തായാലും നമ്മള് തെങ്കാശിയിലേക്ക് പോകുന്ന വഴിക്ക് കിട്ടിയതാണ്. ഇനി ഇതുപോലെ ഒരുപാട് വീഡിയോ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് എന്റെ ഭരത്ത് പറയുന്നത്. കാരണം അത് അവിടെ അങ്ങേറ്റം ഇവിടെ എല്ലാം ഉണ്ട്. അവിടെ മൊത്തം റോസ കേട്ടോ. അങ്ങോട്ട് പോയി നോക്കാം. അത്രയും ദൂരം പോണോ? അല്ല അവിടെ എന്തോ വേറെന്തോ നട്ടിട്ടുണ്ട്. ഈ റോസ അല്ലാതെ മറ്റെന്തോ അവിടെ നട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അന്ന് നമ്മൾ മുമ്പേ എടുത്തില്ലേ എന്തായിരുന്നു ഉഴുന്നാണെന്നാണ് എന്റെ ഒരു നിഗമനം. നോക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റി ഇവിടെ എല്ലാ റോസ ചെടിയും നിറയെ ശരിക്കും മുട്ടുണ്ട് കേട്ടോ. ശരിക്കും മുട്ടകളോട് കൂടിയാണ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും വളം ചെയ്യുന്നുണ്ടായിരിക്കും. വളമൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. കൃഷി അതിന്റെ വളങ്ങൾ ചേർക്കണ്ടേ. അത് പയറാ കേട്ടോ. പയറാണോ ഗ്രീൻ പീസാ. നിറയെ ഉണ്ട്. നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുക. ഇവിടെ വന്ന് വരുന്നവരാരും ഇത് പിച്ചെഴുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആരും ഇത് വന്ന് പിച്ചരുത്. ഇവിടെ കണ്ടോ ഇവിടെ മറ്റെന്തോ കൃഷി. പയറല്ല. പയറാണോ അറിയാൻ വയ്യ. നീളമുണ്ടല്ലോ പയറായിരിക്കും. എനിക്കറിയില്ല. അവിടെ നമുക്ക് റോസ കേട്ടോ. ആ ഭാഗത്ത് ആ കാണുന്ന ഭാഗത്ത്. പക്ഷെ അവിടെ ലൈറ്റ് കൂടുതൽ അടിക്കുന്നോണ്ടേ വ്യക്തതയില്ല. ഇത് ഉഴുന്ന് തന്നെയാണ് കേട്ടോ. അവിടെ റോസയാണ്. അത് നിനക്ക് നല്ല രീതിയിൽ ഒരുപാട് പൂക്കളുണ്ട് അവിടെ. ഉഴുന്നാണോ? ഇങ്ങനെ കൊറേ ഇങ്ങനെ നട്ടിരിക്കുക കേട്ടോ ഇവിടെ എല്ലാം. നമുക്ക് തിരിച്ചു പോയാലോ? പോവാം. ഓക്കെ വന്ന വഴി കൂടെ തന്നെ പോവാം. നമുക്ക് ഇതിലേ പോവാം. ഈ വഴി ഇവിടെ കൂടെ ഒക്കെ പോവാം. നല്ല ഭംഗിയുണ്ടല്ലോ. എല്ലാത്തിനും നല്ല ഡിസ്റ്റൻസ് ഇട്ടിട്ട് വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട്. ഇതുവരെ മരുന്നടിക്കുന്ന കേട്ടോ. അത് വെള്ളത്തിന് പ്രഷർ കൊടുക്കുന്നതാണ്. അറിയാം കംപ്രസർ ടൈപ്പ് സാധനം. അത് പമ്പല്ല. അത് ഏതാ അറിയാൻ വയ്യ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അവർക്ക് ഫ്രെയിമിൽ വരാൻ താല്പര്യമില്ല. ഞങ്ങൾ ചോദിച്ചായിരുന്നു നമ്മൾ വീഡിയോക്ക് അത് സംസാരിക്കാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ. പക്ഷെ അവർക്ക് താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ബുദ്ധിമുട്ടിരിക്കണ്ട അല്ലേ. ഓക്കെ ഫ്രണ്ട്സ്. ബിനീഷേ ഒരു ആട്ടുകല കണ്ടോ? എൻ്റെ വലിപ്പം കണ്ടോ? പിന്നെ ഇവിടെ കിടന്ന കല്ലെടുത്ത് അവര് തന്നെ ഉണ്ടാക്കിയെടുത്താന്ന് തോന്നുന്നുണ്ടോ? ഇതിന്റെ വലിപ്പം കണ്ടോ? ബെടാ സാധനം. വണ്ടി കൊള്ളാലോ. என்ன வளம் போடணும்? சாணம். ஒரு கேரி போயிடுமா? ஒரு கேரி போயிடு. വീട്ടിൽ കൊണ്ട് നടാം. നിങ്ങൾ കണ്ടില്ലേ അവിടെ നിന്ന ചെടി കണ്ടില്ലേ? അതാണ് ഇത്. ஆனா போதும் 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 போதும். எவ்வளவு நாள் எடுக்கும் இந்த மாதிரி பூ வரான்? 90 நாள். 90 நாள் അല്ലേ? ഓ ചാണകം മട്ടുണ്ടാ അല്ലേ? ചാണകം, ടിഎപി, കോംപ്ലക്സ്. എന്നത്? ചാണകം. താങ്ക് യു സോ മച്ച്. സന്തോഷമായി നിനക്ക്? സന്തോഷമായി. ഓക്കെ താങ്ക്സ്. ഇത്
90 ദിവസം എടുക്കും അതുപോലെ പൂവാവാനായിട്ട്. പിന്നെ ചാണകം എന്ന് പറഞ്ഞത് മാത്രമേ എനിക്ക് വ്യക്തമായുള്ളൂ, ബാക്കിയൊന്നും മറ്റേ മനസ്സിലായി. കോംപ്ലക്സ് അത് വേറെ വേറെ കാര്യങ്ങളാ. നിനക്കത് അറിയാലോ. അറിയാം. ഇതിപ്പോ എവിടെ വെക്കും? നീ അടിക്കുക ചാണകം. ഡിക്കി വെക്കാൻ സ്ഥലമില്ല. അദ്ദേഹം പോവുകയാണ്, അദ്ദേഹത്തിന്റെ വണ്ടി കേട്ടോ. ഈ വണ്ടിക്കകത്താണ് എല്ലാം കച്ചവടം ചെയ്യാൻ കൊണ്ടുപോകുന്നതൊക്കെ. എന്നാ സ്പീഡിലാണ് പോകുന്നത്. അങ്കിള് പറഞ്ഞത് എന്താണെന്നറിയോ, നമ്മള് വേണമെങ്കിൽ അതിൽ നിന്ന് പിച്ചി എടുത്തോളാം, പക്ഷെ വേണ്ട, എനിക്ക് പിച്ചാൻ മനസ്സില്ല. അന്നേരം ഇപ്പം കിലോയ്ക്ക് 100 രൂപയുള്ളു. സീസൺ സമയമാകുമ്പോൾ 700 വരെ ആവും. 200 എന്നാ പറഞ്ഞല്ലേ. സീസൺ സമയമാകുമ്പോൾ 200 രൂപ വരെ വില ഉണ്ടെന്നാ പറഞ്ഞല്ലേ. അങ്ങനെ ബിനീഷ അങ്ങനെ 5-6 ചെടി ഒപ്പിച്ച് നിന്റെ കാര്യം വീട്ടിൽ കൊണ്ടുപോയി വെക്കാം. എന്നിട്ട് ഡിക്കി വെക്കണ്ട, ഡിക്കി വെക്കാൻ സ്ഥലമില്ല, ബാക്കിൽ വെക്കാം. ബാ, സ്ഥലമില്ല. എവിടെ വെക്കും നീ ഇത്? ഇല്ല, ചീത്തയായി പോകും. ബാ.